Hi friends, today we are going to discuss about article. അല്ലെ, നമ്മുടെ KG സെക്ഷൻസ് മുതൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആളായിരിക്കും ആര്? ആർട്ടിക്കിൾ. അല്ലെ, KG കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് KGയോട് കൂടി തീർന്നു. അല്ല, LPയിലാണെങ്കിലും അതുപോലെ UP ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിലും ഒക്കെ എന്തുണ്ടാവും? ആർട്ടിക്കിൾ ഉണ്ടാവും. അല്ലെ, ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡയറക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എഡിറ്റിംഗ് പാർട്ടൊക്കെ വരുമ്പോൾ എന്ത് വരും? ഈ ആർട്ടിക്കിൾ വരും. അല്ലെ, സോ അത്ര ഇമ്പോർട്ടൻസ് ആണ് ആർട്ടിക്കിൾ. കാരണം നമ്മളൊരു പാരഗ്രാഫ് എടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിൽ ആർട്ടിക്കിൾസ് A and D എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരാത്ത ഒരു പാരഗ്രാഫ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആർട്ടിക്കിൾസ് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലെ, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. A and D എന്നാണ്. അല്ലെ, A and D. അല്ലെ, A and D എന്ന് പറയുന്ന മൂന്ന് ആർട്ടിക്കിൾസ്. അല്ലെ, അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും അൺഡെഫിനിറ്റ് ആർട്ടിക്കിൾസും. അല്ലെ, ഒന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന A and D ആയിരിക്കും. ഇത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, അത് സ്പെസിഫിക് ആയിട്ടായിരിക്കും ദ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഒന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഒന്നും. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ യൂസുകളാണ്. അല്ലെ, ഇത് എവിടെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണ്ട എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം. ഫസ്റ്റ് A and D. ഇതൊരു ജനറൽ പർപ്പസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ദ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആണെങ്കിൽ ഇതെന്താണ്? ഒരു ജനറൽ ഒരു മീനിങ്ങിലാണ് ഇത് യൂസ് ചെയ്യുക. നോക്കാം. ഫസ്റ്റ് വൺ A, അല്ലെങ്കിൽ അ എന്ന സൗണ്ട് വരുന്ന A എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, A is usually before nouns beginning with a കൺസണൻസ്. എന്താണ്? നമ്മൾ കൺസണൻസ് സൗണ്ട്സിന് മുമ്പിലായിട്ടാണ് എന്ത് വരുന്നത്? A യൂസ് ചെയ്യുന്നത്. അല്ലെ, ഏതൊക്കെയാണ് കൺസണൻസ് സൗണ്ട്സ്? ഇതാണ്. അപ്പോ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? വവൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അറിയില്ലേ? വവൽസ് നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന. അല്ലെ, വവൽസ് ഏതൊക്കെയാണ്? A, E, I, O, U. ഇതാണ് വവൽസ്. അല്ലെ, ഈ വവൽസിന്റെ സൗണ്ട്സിനാണ് നമ്മൾ വവൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിന്റെ സൗണ്ട്സിനാണ് ഇമ്പോർട്ടൻസ്. ഈ A, E, I, O, U എന്ന് പറയുന്ന അക്ഷരങ്ങളല്ലാത്ത, A, E, I, O, U എന്ന് പറയുന്ന ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കി ഇംഗ്ലീഷിലുള്ള ആൽഫബറ്റ്സിലുള്ള ബാക്കി എല്ലാ ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് വിളിക്കുന്നത്. ആ കൺസണൻസിന്റെ മുമ്പിലാണ് A യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? നോക്കാം. എ ബോയ്, എ കാർ, എ ഫാൻ, എ ഗേൾ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയാണ് എക്സാമ്പിൾസ്. ഉണ്ടല്ലോ, FCB. ഓക്കെ, അപ്പൊ കൺസണൻസിന്റെ മുമ്പിൽ വവൽസ് അല്ലാത്ത ബാക്കി എല്ലാ ലെറ്റേഴ്സിന്റെ മുമ്പിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? A യൂസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലെ? Okay, then when a word starts with a vowel but it has a consonant sounds. എന്താ മക്കളെ ഇപ്പൊ പറഞ്ഞത്? ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻസ് അല്ലെ. ഇത് ഇനിയിപ്പോ ഇത്ര നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളോട്? കൺസണൻസിന് മുമ്പിലൊക്കെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? A കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളോട്? വവൽസിന് മുമ്പിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇതിന് അടുത്ത സ്ലൈഡിൽ വന്നിട്ട് ഞാൻ പറയാണ് വവൽസിന് മുമ്പിൽ A കൊടുക്കാന്ന്. അല്ലെ, എന്താ? അല്ലെ, നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? വവൽസ് എന്ന് പറഞ്ഞ എന്താ മക്കളെ? വവൽസ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വവൽസ് എന്ന് പറഞ്ഞാല് A, E, I, O, U. അല്ലെ, A, E, I, O, U അതൊക്കെയാണ്. A, E, O, A. അല്ലെ, ആ ഒരർത്ഥത്തിലാണ് ഇത് വരുന്നത്. നോക്കാം. നമ്മുടെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഉണ്ടല്ലോ. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ആ ഇ ഈ ഉ ഊ ഇർ എ ഐ ഓ ഔ ഇതാണ് നമ്മുടെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ അല്ലെ. ഈ സ്വരാക്ഷരങ്ങൾക്കാണ് ശരിക്കും നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. എന്താണ്? ഈ സ്വരാക്ഷരങ്ങൾക്കാണ് വവൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസണൻസ് ഉണ്ട് അല്ലെ. കൺസണൻസ് ഉണ്ട്, അറിയാലോ. എന്താണ് കൺസണൻസ്? അല്ലെ, കൺസണൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾക്കാണ്. ഏതൊക്കെയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ മക്കളെ? നമ്മുടെ കക്ക കാങ്ങ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളില്ലേ? ഖ ഖ ഖ ഖ എന്ന് പറയുന്ന കക്കങ്ങ, അതുപോലെ ചച്ചാഞ്ഞ എന്നൊക്കെ പറയുന്ന നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ അല്ലെ. കക്കങ്ങ, ചച്ചാഞ്ഞ, ടട്ടാണ, തത്ത്, തന്നെ, പപ്പ, വാമ, യാര, ലവ, ശശ, സഹാള, യാറ എന്ന് പറയുന്ന നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളുണ്ടല്ലോ. അതാണ് കൺസണൻസ് അല്ലെ.
അപ്പൊ ഇത് രണ്ടും ആദ്യം അറിയണം. അപ്പൊ ഈ വവൽസിന്റെ സൗണ്ട്സ് AEIOU എന്ന് പറയുന്ന വവൽസിന്റെ സൗണ്ട്സ് ഈ പറഞ്ഞ സ്വരാക്ഷരങ്ങളിലായിരിക്കും അതിന്റെ സൗണ്ട് ഉണ്ടാവുക. നോക്കാം, എക്ക് ഏതാണ് മക്കളെ സൗണ്ട്? അ എന്ന് പറയുന്ന സൗണ്ട്. എയുടെ സൗണ്ട് ഏതാണ്? അ അല്ലെ, അല്ലെ, ആപ്പിൾ അല്ലെ, ആൻഡ് അങ്ങനെ പറയുന്ന ആം എന്നൊക്കെ പറയാറില്ല, ആയാണ് ആ സൗണ്ട്. ഇനി ഈ കാണുന്ന ഈകോ എ എന്ന് പറയുന്ന സൗണ്ട് അല്ലെ, എലിഫന്റ് അല്ലെ, എ എന്ന് പറയുന്ന സൗണ്ട്. ഇതാ ഇവിടെ കാണുന്ന എ എന്ന് പറയുന്ന സൗണ്ട് അല്ലെ. ദെൻ ഐക്ക് ഏതാ സൗണ്ട് വരുന്നത്? ഇ ആണ് അല്ലെ. ഐക്ക് വരുന്ന സൗണ്ട് ഏതാണ്? ഇ ആണ് അല്ലെ. ഇനി ഓയുടെ സൗണ്ട് ഏതാണ്? ഇതാ ഈ കാണുന്ന ഓ തന്നെയാണ് അല്ലെ. ഓയുടെ സൗണ്ട് ഏതാണ്? ഓ എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ. അതുപോലെ യുവിന് ഉ എന്നൊരു സൗണ്ട് വരാറുണ്ട്, ഉ എന്ന് പറയുന്ന ഒരു സൗണ്ട് വരാറുണ്ടെങ്കിലും അ എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ. അംബർല, ഓക്കെ, അ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ഇത്രയാണ്, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ സൗണ്ട്സ് വരുന്നത്. സോ അപ്പൊ വവൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. AEIOU കൊണ്ടാണ് വേർഡ് തുടങ്ങുക എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. വവൽസിന്റെ സൗണ്ട് ആണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, വവൽസിന്റെ ലെറ്റർ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് ഒരിക്കലും അത് വവൽസ് ആവില്ല. വവൽസിന്റെ സൗണ്ട് കൊണ്ട് തുടങ്ങണം. പക്ഷേ ഇവിടെ ഏതാ യൂണിറ്റ് അല്ലെ, എന്താണ് യൂണിറ്റ് എന്ന് പറയുമ്പോ ഒന്ന് നോക്കിയേ, ഇതിലെവിടെ യു വരുന്നത്? ഇതിലെവിടെ യു വരുന്നുണ്ടോ? ഈ വരെ വരുന്നതിൽ യു ഉണ്ടോ? യു ഇല്ല അല്ലേ. യു വരെ എവിടെ? ഇതിലാണ് യാ അല്ലെ, ഇതിലാണ് യു വരിക അല്ലെ. അപ്പൊ എന്താണ് മക്കളെ, യൂണിറ്റ് എന്ന് പറയുമ്പോ യാ എന്ന് പറയുന്ന സൗണ്ട് ആണ് വരുന്നത്. ആ സൗണ്ട് എവിടെയാ കിടക്കുന്നത്? കോൺസണൻസിലാണ് അല്ലെ. അപ്പൊ എന്താ യൂസ് ചെയ്യേണ്ടത്? എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ അ എന്ന് പറയുന്ന അനിറ്റ് എന്നൊന്നല്ലല്ലോ അത് വായിക്കുന്നത്, യൂണിറ്റ് യു ആണ് വായിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് മക്കളെ, യൂണിറ്റ് എന്ന് പറയുമ്പോ എന്തായി മാറി? അത് യു എന്ന് മാറിയപ്പോ എന്തായി? അത് കോൺസണന്റ് ആയി അല്ലെ. അപ്പൊ വേർഡ് വവല് കൊണ്ട് തുടങ്ങിയാലും സൗണ്ട് കോൺസണൻസിന്റെ സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന് എ കൊടുക്കണം. ക്ലിയർ? നോക്കാം, യൂണിവേഴ്സിറ്റി അല്ലെ, യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി. എ യൂറോപ്യൻ എന്നാണ് പറയുന്നത് അല്ലെ. ഈ എ എന്നല്ല, യു എന്നാണ് പറയുന്നത് അല്ലെ. ദെൻ എ യൂണിഫോം അല്ലെ. അതുപോലെ വൺ അല്ലാതെ ഓ ആണോ ഇത് വായിക്കുന്നത്? ഓ എന്ന് പറയുന്ന സൗണ്ട് ആണ് വരുന്നത് അല്ലെ. വ എന്ന് പറയുന്ന സൗണ്ട് അല്ലെ, വായാണ്, ഇത് കൺസേൺ സൗണ്ട് ആണ് അല്ലെ. എ 1 റുപ്പി. അതുപോലെ 1 റുപ്പി, ഈ വണ്ണ് കൊണ്ട് തുടങ്ങുന്ന 1 വേ 1 റുപ്പി, അങ്ങനെ വണ്ണ് കൊണ്ട് തുടങ്ങുന്ന ഏത് വേർഡിന് മുമ്പിൽ എ ചേർക്കും. കാരണം വൺ എന്ന് പറയുന്ന കൺസേണിന്റെ ഓയിലോട്ടല്ല നിങ്ങൾ നോക്കേണ്ടത്, അതിന്റെ സൗണ്ടിലോട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? ദെൻ എ യൂണിയൻ അല്ലെ, യു ആണ് വരുന്നത്. അപ്പോ വവല് കൊണ്ടാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലും സൗണ്ട് കോൺസണന്റിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ, സൗണ്ട് വ്യഞ്ജനാക്ഷരങ്ങളുടെ സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? എ കൊടുക്കണം. ക്ലിയർ? ഓക്കെ. Then most singular countable nouns mentioned for the first time use a or an, but when they are mentioned in a second time in the same context, the use. ഓക്കെ, ഇവിടെ ദയുടെ യൂസും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ എയുടെ യൂസ് പറയാനാണ് വന്നത്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് യൂസ് വരുന്നത് എന്ന് നോക്കാം. നമ്മളൊരു സെന്റൻസിൽ ഒരു വസ്തുവിനെ, നമ്മളൊരു സെന്റൻസിൽ ഒരു വസ്തുവിനെ നോക്കാം. ദ ക്യാറ്റ് വാസ് സ്മാർട്ട്. എന്താണ് ദ ക്യാറ്റ് വാസ് സ്മാർട്ട്? എന്താണ്? പൂച്ച എന്താണ് മക്കളെ? വളരെ സ്മാർട്ടാണ് എന്നാണ് പറയുന്നത്. എന്താണ്? പൂച്ച എന്താണ് മക്കളെ? വളരെ സ്മാർട്ട്. ബട്ട് ദ ഡോഗ് വാസ് ഫൂളിഷ്. എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഇവിടെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിനു മുമ്പായിട്ട് നമുക്ക് സെന്റൻസ് ദ എന്ന് പറയുന്ന യൂസ് വന്നെങ്കിലും നമുക്കിവിടെ ഒരു സെന്റൻസ് കൊടുത്തു നോക്കാം. She has 2 pets. She has 2 pets. അവൾക്ക് 2 pets ഉണ്ട് അല്ലെ. ഓക്കെ, a cat and a dog. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. നോക്കിയേ, ഷീ ഹാസ് 2 പെറ്റ്സ്, എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്. ഇവിടെ നമ്മൾ ക്യാറ്റിന് മുമ്പിൽ എ കൊടുത്ത്, ഡോഗിന് മുമ്പിൽ എ കൊടുത്ത്. അതെന്തുകൊണ്ടാ? നമ്മളൊരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എടുത്തോളൂ. ഒരു പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു വേർഡ്, ഐ മീൻ ഒരു മൃഗത്തിന്റെയോ എന്തിന്റെങ്കിലും ഒരു പേര്, നൗണിന്റെ ഏതെങ്കിലും ഒരു പേര്, ഏതെങ്കിലും ഒരു കൗണ്ടബിൾ നൗൺ ആവട്ടെ, ഏതെങ്കിലും ഒരു നൗണിന് മുമ്പിലായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുക? ഫസ്റ്റ് ടൈം ആണ് ആ പാരഗ്രാഫിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എ കൊടുക്കണം.
ക്ലിയർ? ഫസ്റ്റ് ടൈം ആണ് ആ പാരഗ്രാഫിൽ അത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എ കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഒക്കെ യൂസ് കഴിഞ്ഞാലും ദ എന്ന് കൊടുക്കുള്ളൂ. ഫസ്റ്റ് ടൈം മാത്രം. നോക്കാം, ഇവിടെ നോക്കിയേ. ഷി ഹാസ് 2 pets, എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്. ഇതിനു മുമ്പ് ഈ ക്യാറ്റിനെ കുറിച്ചോ ഡോഗിനെ കുറിച്ചോ ഇതിൽ പറയുന്നില്ല. അപ്പൊ ഫസ്റ്റ് ആണ് എ ക്യാറ്റ് ആൻഡ് എ ഡോഗ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയാണ് ദ ക്യാറ്റ് വാസ് ഏത് ക്യാറ്റ്? ഇതാ ഈ ക്യാറ്റ്. എ ക്യാറ്റ് എന്ന് പറഞ്ഞല്ലോ, അവൾക്കൊരു പെറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എ ക്യാറ്റ് എന്ന് പറഞ്ഞ് ആ ക്യാറ്റിനാണ് എന്തുള്ളത്? സ്മാർട്ട്. അപ്പൊ എന്ത് ചെയ്തു മക്കളെ? സെക്കൻഡ് യൂസ് ചെയ്യണം. ആ പാരഗ്രാഫിൽ സെക്കൻഡ് യൂസ് ചെയ്തപ്പോ ആ സെന്റൻസിന് ശേഷം രണ്ടാമത്തെ ക്യാറ്റിനെ യൂസ് ചെയ്തപ്പോ ദാ വന്നു. ക്ലിയർ? ദെൻ ബട്ട് ദ ഡോഗ് വാസ് ഫൂളിഷ്. രണ്ടാമത് ആ ഡോഗിനെ യൂസ് ചെയ്തപ്പോ എന്ത് വന്നു മക്കളെ? ദാ വന്നു. ക്ലിയർ ആണോ? ഐ മീൻ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എ വരും. ഒരു സെന്റൻസിൽ ഫസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എ വരും, സെക്കൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ദാ വരും. നോക്കാം, ഇത് കണ്ടോ? ഐ ഹാവ് എ പെൻ എന്നാണ് വന്നിട്ടുള്ളത്. എന്താണ്? ഐ ഹാവ് എ പെൻ. ഓക്കെ, ദാറ്റ് പെൻ. അടുത്ത് ഞാൻ ഇതിന് ശേഷം ഞാൻ പറയാണ് ഐ ഹാവ് എ പെൻ that I have a pen. അല്ലെ? then പറയാണ് the pen was the pen is nice. സിമ്പിൾ ആയിട്ട് ഏതാ അല്ലെ? the pen is nice. okay, I have a pen. എനിക്കൊരു പേനയുണ്ട്. then ഞാൻ പറയാണ് the pen is nice. എന്താണ് ആ പേന? എന്താണ്? ഭയങ്കര the pen is nice. the pen ആ പേനയാണ്. ഏത് പേന? ഞാൻ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആ പേന എന്താണ് മക്കളെ? നൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ എ യൂസ് ചെയ്യുക. അതിനുശേഷം എപ്പോ അതിനെ കുറിച്ച് പിന്നീട് വന്നാലും ദായാണ് യൂസ് ചെയ്യുക. ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ എന്തോ ആവട്ടെ, ഒരു വേർഡിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എ ആണ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, then next, the used of an. എന്താണ് the use of an? അല്ലെ? നോക്കാം. the use of an is used before a word beginning with a vowel sound. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. വവൽ സൗണ്ട് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവലിന്റെ മുമ്പിലല്ല, വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വവലിന്റെ സൗണ്ടിന് മുമ്പിലാണ്. എന്താണ്? ആ വവലിന്റെ സൗണ്ടിന് മുമ്പിലാണ് എന്ത് യൂസ് ചെയ്യേണ്ടത് മക്കളെ? എന്ത് യൂസ് ചെയ്യേണ്ടത്? ആൻ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ആ സൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ആ എന്ന് പറയുന്ന സൗണ്ട്, ഈക്ക് എ എന്ന് പറയുന്ന സൗണ്ട്, അതുപോലെ ഇ എന്ന് പറയുന്ന സൗണ്ട്, ഓ എന്ന് പറയുന്ന സൗണ്ട്, എന്ന് പറയുന്ന സൗണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാ എ ഇ ഐ ഒ യുവിന് ഇങ്ങനത്തെ കുറെ വ്യഞ്ജന മീൻസ് സ്വരാക്ഷരങ്ങളുടെ സൗണ്ടുകളുണ്ട്. സ്വരാക്ഷരങ്ങളുടെ സൗണ്ടുകളുടെ മുമ്പിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് മക്കളെ? ആൻ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ നോക്കാം. ആൻ എയറോപ്ലെയിൻ. എന്താണ്? ആൻ എയറോപ്ലെയിൻ. എന്താണ്? എയറോപ്ലെയിൻ. എ ആണ് വരുന്നത് അല്ലെ? ആൻ എഗ് അല്ലെ? എ ആണ് വരുന്നത് സൗണ്ട്. ആൻ ഐലാൻഡ്. എന്താണ്? ഐലൻഡ് ആണ് വരുന്നത് അല്ലെ? ഐലാൻഡ്. ഐ ആണ് വരുന്ന സൗണ്ട്. ആൻ ഐസ്ക്രീം. ഐ ആണ് വരുന്ന സൗണ്ട് അല്ലെ? ദെൻ ആൻ ഓറഞ്ച്. എന്താണ്? ആൻ ഓറഞ്ച്. എന്താണ്? ആൻ ഓറഞ്ച്. ഓക്കെ, ഓ ആണ് സൗണ്ട്. ആൻ അംബർല. ആയാണ് സൗണ്ട് അല്ലോ. ഇവിടെ യു എന്ന് കാണുമ്പോ യു എന്ന് കാണുന്നതോട് കൂടിയിട്ട് കൊടുക്കരുത്, യുവിന്റെ സൗണ്ട് നോക്കണം കേട്ടോ. ദെൻ ആൻ ആൻഡ്, ആൻ ആപ്പിൾ, ആൻ ആർട്ടിസ്റ്റ് അല്ലെ? ഒക്കെ ആയാണ് സൗണ്ട് വരുന്നത് അല്ലെ? ക്ലിയർ ആണല്ലോ? അപ്പോ എ ഇ ഐ ഒ യു. എയുടെ സൗണ്ട് ആ, ഇ ഐ, ഐന്റെ സൗണ്ട് ഇ. അതുപോലെ ഇതാ ഇവിടെ വരുന്ന പോലെ ഐസ്ക്രീം, ഐ എന്ന് പറയുന്ന സൗണ്ട് വന്നാലും ഓക്കെ ആണ് കേട്ടോ. എന്തായാലും സ്വരാക്ഷരങ്ങളുടെ സൗണ്ട് വേണം വരാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ എ വേർഡ് ബിഗിൻ വിത്ത് എ കോൺസണൻസ് ബട്ട് ദേ ആർ പ്രൊനൗൺസ്ഡ് വിത്ത് എ വവൽ സൗണ്ട്. എങ്ങനെയാണ്? ഒരു വേർഡ് കൺസണന്റ് സൗണ്ട് കൊണ്ട് തുടങ്ങിയാലും പക്ഷെ അവരുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ വരികയാണ് മക്കളെ? വവൽ സൗണ്ടിലോട്ട് വരികയാണ്. ഐ മീൻ സ്വരാക്ഷരങ്ങളുടെ സൗണ്ടിലോട്ട് വരിക. സൗണ്ട് തുടങ്ങുന്നത് ഒരു ലെറ്റർ തുടങ്ങുന്നത് വ്യഞ്ജനാക്ഷരത്തിൽ വെച്ചിട്ടാണെങ്കിൽ പോലും, കൺസണന്റ് വെച്ചിട്ടാണെങ്കിലും സൗണ്ട് അതിൽ എന്തായിരിക്കും? സ്വരാക്ഷരങ്ങളായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ്. നോക്കാം. ആൻ അവർ. കണ്ടോ? ഈ എച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കൺസണന്റ് അല്ലേ, പിന്നെ എന്തിനാ അവിടെ ആന് കൊടുത്തിരിക്കുന്നത് അല്ലെ? അവർ. എന്താണ് പറയുന്നത്? അവർ എന്നാണ് പറയുന്നത്. ആയാണ് ഞാൻ പറയുന്നത് അല്ലെ? ആ എന്ന് പറയുമ്പോൾ ഏത് സൗണ്ടാ മക്കളെ? വവലായിട്ടുള്ള എയുടെ സൗണ്ട് അല്ലേ വരുന്നത്? അപ്പൊ ആൻ അവർ ആണ്. ഇവിടെ എച്ച് എന്താണ് മക്കളെ? എച്ച് ഇവിടെ സൈലന്റ് ആണ് കേട്ടോ. ആൻ അവർ.
ഓക്കെ. ദെൻ ആൻ എയർ, എയർ അല്ലെ, എയർ എന്നാണ് പറയുന്നത്. ഹെയർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. എയർ എന്നാണ് പറയുന്നത്. ഇവിടെ എച്ച് സൈലന്റ് ആണ് കേട്ടോ. അപ്പൊ എയുടെ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ. ദെൻ എം ബി എന്താണ്? എം ബി ആണ് അല്ലെ, എം ബി ആണ്, അല്ലാതെ എം അല്ല, മായല്ല കേട്ടോ. എമ്മിന്റെ സൗണ്ട് അല്ല വരുന്നത്, എം ബി ആണ്. ഇത് എന്താ സൗണ്ടാണ് മക്കളെ? എം ബി ആണ് അല്ലെ. എം എൽ എ അതുപോലെ ആൻ എം എൽ എ, ആൻ എം എൽ എ, ആൻ എം ബി. ഓക്കെ. എ ആണ് സൗണ്ട് വരുന്നത്, എ ആണ് സൗണ്ട് വരുന്നത് അല്ലെ. ദെൻ ആൻ എൽ ഡി ക്ലർക്ക്, എൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൺസണന്റ് ആയിട്ട് കരുതരുത്, എൽ ഡി ക്ലർക്കാണ് അല്ലെ, എൽ ഡി ക്ലർക്കാണ് അല്ലെ. ഓക്കെ. ദെൻ ആൻ എക്സ്റേ ആണ്, എക്സ്റേ, എക്സ്റേ, എ ആണ് സൗണ്ട് വരുന്നത് അല്ലെ. എ എന്ന് പറയുന്ന സൗണ്ട് ആണ് വരുന്നത്. നോക്കാം. ദെൻ ഹോണസ്റ്റ് ആണ്, ഓയാണ് കേട്ടോ. ഇവിടെ എച്ച് സൗണ്ട് സൈലന്റ് ആണ്. അധികം വേർഡും ഇങ്ങനെ എച്ചിന്റെ സൈലന്റ് തന്നെ ആയിരിക്കും. നോക്കാം. ആൻഡ് ഓണസ്റ്റ് മാൻ ആണ്, ഓയാണ് സൗണ്ട് വരുന്നത് കേട്ടോ. ഓയുടെ സൗണ്ട് ആണ് വരുന്നത്. ആൻഡ് ഓണറബിൾ ആണ് കേട്ടോ, എച്ച് സൈലന്റ് ആണ്. ആൻഡ് എം എ ഇംഗ്ലീഷ്. ഓക്കെ. സോ ക്ലിയർ ആണല്ലോ. പറഞ്ഞു നോക്കുക, നമ്മൾ പറഞ്ഞു നോക്കിയാൽ തന്നെ ഉള്ളൂ അത് സൗണ്ട് പുറത്തോട്ട് വരിക കേട്ടോ. ഇപ്പൊ ഹോണസ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറ്റിയേ പറയുള്ളൂ. ഹോണസ്റ്റ് എന്ന് പഠിച്ചു പോലുണ്ടാവും. ഓണസ്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നേ വേണം കേട്ടോ. അപ്പൊ ഓണസ്റ്റ്, ഓണറബിൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നോക്കിയിട്ട് വേണം ആനാണോ ദേ ആണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എ ആണോ കൊടുക്കേണ്ടത് നോക്കട്ടോ. അപ്പൊ ഇവിടെ എന്താണ് മക്കളെ? എ അല്ല, ആൻ ആണ് കേട്ടോ. വേർഡ് കൺസണന്റ് ആണെങ്കിലും സൗണ്ട് ഏതാണ്? വവലിന്റെ സൗണ്ട് ആണ്. ക്ലിയർ? ദെൻ യൂസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ധ. ഇനി നമുക്ക് ധയുടെ യൂസ് നോക്കാം അല്ലെ. നമ്മൾ സ്പെസിഫിക് ആയിട്ട്, സ്പെഷ്യൽ ആയിട്ട്, പെർട്ടിക്കുലർ ആയിട്ടൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് ധ. നോക്കാം. വെൻ വി സ്പീക്ക് ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, ഇത്രയേ ഉള്ളൂ അല്ലെ. ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ധ യൂസ് ചെയ്യും. ക്ലിയർ? നോക്കാം. എക്സാമ്പിൾ നോക്കാം. I ate an apple. The apple I ate was sweet. ഇപ്പൊ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ ആപ്പിളിന് മുമ്പിൽ ആൻ ആണെന്ന്. ഇതാ ഇവിടെ വീണ്ടും വന്നിരിക്കുന്ന ആപ്പിളിന്റെ മുമ്പിൽ ദായാണെന്ന്. നോക്കാം പെർട്ടിക്കുലർ എന്താണെന്ന് നോക്കാം. I ate an apple. ഇതൊരു എക്സ് സെന്റൻസ് ആണ്. I ate an apple. എന്ത് ചെയ്തു? ഞാനൊരു ആപ്പിൾ കഴിച്ചു അല്ലെ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. അത് എന്ത് ആപ്പിൾ, ഏത് ആപ്പിൾ, എവിടുത്തെ, അങ്ങനെയൊന്നും പറയുന്നില്ല, സ്പെസിഫിക് ഒന്നുമില്ല. I ate an apple. ഞാനൊരു ആപ്പിൾ കഴിച്ചു. എന്നിട്ട് ഇവിടെ പറയാണ് the apple I ate was sweet. പക്ഷെ ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്തു. വേറെ ഏതോ ആപ്പിളും അല്ല. ഏത് ആപ്പിളാണ്? I ate was sweet. I ate, ഞാൻ കഴിച്ച ആ ആപ്പിൾ സ്പെസിഫൈ ചെയ്യാൻ, ഒരൊറ്റ ആപ്പിള് സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ. I ate, ഞാൻ കഴിച്ച ആ ആപ്പിൾ എന്താണ്? സ്വീറ്റ് ആയിരുന്നു. ഓക്കെ. ഇത് ജനറൽ ആണ് യൂസ് ചെയ്തത്, ജനറൽ ആണ് മീനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. I ate an apple. ഞാനൊരു ആപ്പിൾ കഴിച്ചു, ജനറൽ ആണ് അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഞാൻ കഴിച്ച ആ ആപ്പിൾ എടുത്തു പറയാണ്, ഒരൊറ്റ ആപ്പിളിനെ എടുത്ത് പറയാണ് അല്ലെ. സ്പെസിഫിക് പെർട്ടിക്കുലർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരൊറ്റ ആപ്പിൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പൊ ദ ആപ്പിൾ, ഞാൻ കഴിച്ച ആ ആപ്പിൾ എന്തായിരുന്നു? സ്വീറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നിനെ എടുത്തു പറയാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്തായി മാറും മക്കളെ? ദ യൂസ് ചെയ്യും. ഓക്കെ. എന്താണ് യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യും. അപ്പൊ എന്താണ്? ദി ആപ്പിൾ. എന്താണ്? ദി ആപ്പിൾ I ate was sweet. ദി ആപ്പിൾ I ate was sweet. ദി ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വവൽസിന്റെ മുമ്പില് വവൽസിന് മുമ്പിലാണ് TH ധ വന്നാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ദി. അത് പറയാനുള്ള ദി ആൻഡ് ദി ആപ്പിൾ എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. ദ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് സുഖം എന്താണ് ഇങ്ങനെ പറയാനാണ് കേട്ടോ. അതുപോലെ കൺസണൻസിന് മുമ്പിലാണെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? കോൺസണൻസിന്റെ മുമ്പിലാണെങ്കിൽ നിങ്ങൾ എന്താ മക്കളെ യൂസ് ചെയ്യേണ്ടത്? കൺസണൻസിന് മുമ്പിലാണെങ്കിൽ നമ്മൾ ദ യൂസ് ചെയ്യാം അല്ലെ. ദ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നോക്കാം. I talked to the ചീഫ് മിനിസ്റ്റർ. I talked to the ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ, പെർട്ടിക്കുലർ പേഴ്സൺ ആണ്. അപ്പൊ ദ യൂസ് ചെയ്തു. I saw a movie. ഞാനൊരു മൂവി കണ്ടു. ഇവിടെ കണ്ടോ? ഞാനൊരു മൂവി കണ്ടു. ഏത് ഫിലിമാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊരു മൂവി കണ്ടു. പക്ഷെ ഇനി ഇവിടെ പറയാണ് the movie I saw was so nice. ഞാൻ കണ്ട ആ മൂവി, ഇഷ്ടം പോലെ മൂവിയിലെ കാര്യങ്ങൾ, എല്ലാ മൂവിയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ കണ്ട ആ മൂവി എന്തായിരുന്നു? നൈസ് ആയിരുന്നു. ഇവിടെ എടുത്ത് പറയാണ് അല്ലെ. എന്ത് ചെയ്യാണ്? കണ്ട ആ മൂവിനെ സ്പെസിഫൈ ചെയ്ത് പെർട്ടിക്കുലർ ചെയ്തെടുത്ത് പറയാണ്. ഇവിടെ ജനറൽ ആണ്. I saw a movie. ഞാനൊരു മൂവി കണ്ടു. ഏത് മൂവി, എന്ത് മൂവി, ഏത് ഒന്നും പറയുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഏത് മൂവി ആയിരുന്നു നൈസ്? ഞാൻ കണ്ട ആ മൂവിയാണ് നൈസ് അല്ല, എല്ലാ മൂവിയും നൈസ് അല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ആ മൂവിയെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ദ യൂസ് ചെയ്തു. ക്ലിയർ? ദെൻ
ഐ ഫൗണ്ട് ദ ലോസ്റ്റ് കീ, ദ ലോസ്റ്റ് കീ അല്ലെ, കഷ്ടപ്പെട്ടു പോയ ആ കീ അതെടുത്ത് പറയാണ് അല്ലെ. അങ്ങനെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സണോ പ്ലേസോ തിങ്ങിനോ യൂസ് ചെയ്യാൻ ദ യൂസ് ചെയ്യും. ക്ലിയർ? ദെൻ ബിഫോർ യുണീക്ക് തിങ്സ് ഓർ ഒബ്ജക്ട് അല്ലെ, ഒറ്റൊന്നുള്ള കാര്യങ്ങൾ അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ. ഒന്ന് മാത്രമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ദ യൂസ് ചെയ്യും. ദ സ്കൈ ഈസ് ബ്ലൂ, എന്താണ് സ്കൈ ഒന്നല്ലേ ഉള്ളൂ മക്കളെ, എന്ത് യൂസ് ചെയ്യാം? ദ സ്കൈ ഈസ് ബ്ലൂ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ, സൂര്യൻ ഒന്നേ ഉള്ളൂ അല്ലെ. ദ മൂൺ യൂസ് ചെയ്തൂടെ? ദ എർത്ത്, ദ സീ, ദ യൂണിവേഴ്സ്, ദ സ്റ്റാർ എല്ലാം ഒന്നുള്ളൂ അല്ലെ, ഒക്കെ യുണീക്ക് ആണ് അല്ലെ. അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒന്ന് മാത്രമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് പറയും മക്കളെ? ദ യൂസ് ചെയ്യൂ കേട്ടോ. ക്ലിയർ? ദെൻ ബിഫോർ അഡ്ജക്റ്റീവ്സ് ഓഫ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇത് നമ്മൾ സൂപ്പർ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ് ചെയ്തപ്പോൾ അത് പഠിച്ചവർക്ക് അറിയാം, ദായ് വിട്ടിട്ടുള്ള ഒരു കളി അതിലില്ലായിരുന്നു അല്ലെ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ? ദാ ഉണ്ട്. ദാ ഉണ്ടോ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അത് നമ്മൾ ഇവിടെയും പറഞ്ഞത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ദാ യൂസ് ചെയ്യും. ദാ ഷീ ഗവ് ദ ലേറ്റസ്റ്റ് ന്യൂസ്, ദ ലേറ്റസ്റ്റ് അല്ലെ, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലെ. ലേറ്റസ്റ്റ് EST വരുമ്പോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്, ദ ലേറ്റസ്റ്റ്. ഓക്കെ, ദെൻ ഹി ഈസ് ദ ടോളസ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ടോളസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അതിന്റെ തൊട്ട് മുമ്പിൽ ദ വന്നു. ഓക്കെ, ദെൻ ദ മോസ്റ്റ്, ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഏത് ദ ഗ്രേറ്റസ്റ്റ്, ദ സ്മോളസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ ബ്രില്യന്റ്, ഓക്കെ, ദ എന്ന് ചേർത്തിട്ടാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പറയുക. ക്ലിയർ? ഓക്കെ. Then we use the before musical instrument. Musical instruments ന്റെ മുമ്പിൽ നമ്മൾ ദ ചേർക്കും. I like playing the piano. I like playing the piano. She plays the guitar really well. അവള് നന്നായിട്ട് ഗിത്താർ വായിക്കും അല്ലെ. നമ്മള് മലയാളത്തിൽ വായിക്കും എന്ന് പറയുമ്പോൾ റീഡ് എന്നാണ് അല്ലെ. അവള് ബുക്ക് വായിക്കുക, റീഡ് അല്ലെ. പിയാനോ വായിക്കും എന്നല്ലേ പറയാ. വായിക്കുക എന്ന് പറയുമ്പോ എന്താ മലയാളത്തിൽ? റീഡ് എന്ന് വിചാരിക്കുമല്ല കേട്ടോ. അപ്പൊ നമ്മള് ഇംഗ്ലീഷിലോട്ട് നമ്മള് വസ്തുക്കളൊക്കെ വായിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഇത് പിയാനോ വായിക്കാറുമ്പോ റീഡ് അല്ല കേട്ടോ, പ്ലേയിങ് ആ കൊടുക്കുക കേട്ടോ. സോ ഐ ലൈക്ക് പ്ലേയിങ് ദ പിയാനോ. അപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മുമ്പിൽ ദ യൂസ് ചെയ്യണമെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then used before holy books or sacred books അല്ലെ. നമ്മുടെ ഹോളി ബുക്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന് മുമ്പിൽ ദ രാമായണ, ദ ഗീത, ദ ബൈബിൾ, ദ ഖുറാൻ അല്ലെ, ദ ഋഗ്വേദ, ദ സമവേദ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഹോളി ബുക്സിന്റെ ഒക്കെ മുമ്പിൽ ദായാണ് ചേർക്കുക. ക്ലിയർ? Then used before the names of desert, rivers, സീസ് ആട്ടോ, അതിന്റെ സീയില്ലേ, കടൽ. ഓക്കെ, ദെൻ ഓഷ്യൻസ്, ഗൾഫ്സ് അല്ലെ, ഉൾക്കടലുകൾ അല്ലെ. ഓഷ്യൻസ് പറഞ്ഞ സമുദ്രങ്ങൾ, ഗൾഫ്സ് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഉൾക്കടലുകളാണ്. മൗണ്ടൻ റേഞ്ചുകൾ അല്ലെ, മലനിരകളെ കുറിച്ചൊക്കെ, പർവ്വത മലനിരകൾ അല്ലെ. ഓഷ്യൻസ് പറഞ്ഞാൽ എന്താണ് മക്കളെ? സമുദ്രങ്ങളാണ് കേട്ടോ. ഡെസേർട്ട് പറഞ്ഞാല് മരുഭൂമികൾ കേട്ടോ. ഡെസേർട്ട് മീൻസ് എന്താണ്? മരുഭൂമികൾ. എഴുതി വെച്ചോളൂ കേട്ടോ. ഡെസേർട്ട് മരുഭൂമി, റിവേഴ്സ് പറഞ്ഞാല് പുഴകള്, സീസ് കടല്, ഓഷ്യൻസ് സമുദ്രം, ഗൾഫ്സ് ഉൾക്കടലുകള്, മൗണ്ടൻ റേഞ്ചസ് പർവ്വതങ്ങൾ കേട്ടോ. ക്ലിയർ? ഓക്കെ, then നോക്കാം, എക്സാമ്പിൾ നോക്കാം. ദ ഗംഗ അല്ലെ, റിവർ ആണ്. ദ അറേബ്യൻ സീ, ദ ഹിമാലയ അല്ലെ, നമ്മുടെ മൗണ്ടൻ ആണ് ഹിമാലയ. ദ ഓഷ്യൻ അല്ലെ, ഇന്ത്യൻ ഓഷ്യൻ സമുദ്രം അല്ലെ. ദ പേർഷ്യൻ ഉൾക്കടലാണ് അല്ലെ. ക്ലിയർ ആണല്ലോ. അപ്പൊ കടലും ഉൾക്കടലും മലനിരകളും സമുദ്രങ്ങളും മരുഭൂമികളും ഒക്കെ ദ സഹാറ മരുഭൂമി അല്ലെ. ദ സഹാറ മരുഭൂമി എന്ന് പറയും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ദ സഹാറ ഡിസേർട്ട്, ദ ഗംഗ, ദ അറേബ്യൻ സീ, ദ ഹിമാലയ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ പേർഷ്യൻ ഗൾഫ്. ഇങ്ങനെയുള്ള വേർഡ്സുകളുടെ ഒക്കെ മുമ്പിലും എന്ത് യൂസ് ചെയ്യും മക്കളെ? ദ യൂസ് ചെയ്യും. ക്ലിയർ? ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്സ് അല്ലെ, പേപ്പറുകളുടെ ഒക്കെ മുമ്പിൽ അല്ലെ, മാസികകള്, മാഗസിന്, പേപ്പറുകള്, ഇതിന്റെയൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ വീക്ക് അല്ലെ, ദ തൊഴിൽ വാർത്ത അല്ലെ. നമ്മൾ അങ്ങനത്തെ മാഗസിൻസിന് മുമ്പിലൊക്കെ അല്ലെ, ദ വനിത, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? മാഗസിൻസിന് മുമ്പിലൊക്കെ എന്ത് യൂസ് ചെയ്യുക? പീരിയോഡിക്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത യൂസ്ഡ് ബിഫോർ ഡയറക്ഷൻസ് അല്ലെ. ഡയറക്ഷൻസ് അല്ലെ, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻസിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യും, ദ യൂസ് ചെയ്യും. നോക്കാം. ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത്, ദ സൗത്ത് അല്ലെ. ദ ഷിപ്പ് ഹെഡഡ് ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. എക്സാമ്പിൾ കൊടുത്തതാ കേട്ടോ. അപ്പൊ ദ, ഓക്കെ, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്,
ദ സൗത്ത്, ദ നോർത്ത് എന്നൊക്കെ പറയുന്ന ഡയറക്ഷൻസിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ക്ലിയർ? അടുത്തത് ബിഫോർ നെയിംസ് ഓഫ് ട്രെയിൻസ്, ഷിപ്സ്, ഡെസേർട്സ്, ഹോട്ടൽസ്. അല്ലെ, ഡെസേർട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, മരുഭൂമി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ട്രെയിനുകളുടെ മുമ്പിൽ, വലിയ വലിയ ഹോട്ടൽസിന്റെ ഒക്കെ മുമ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഷിപ്പുകളുടെ, നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഷിപ്പുകളുടെ മുമ്പിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്, ട്രെയിനുകളുടെ മുമ്പിലൊക്കെ ചേർക്കും. ദ മദ്രാസ് മെയിൽ അല്ലെ, ട്രെയിനിന്റെ പേരാട്ടോ. ദ മദ്രാസ് മെയിൽ, ദ ടൈറ്റാനിക് ഷിപ്പ് അല്ലെ, ദ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലറിയിലെ, ദ സഹാറ എന്ന് പറയുന്ന മരുഭൂമി, ദ താജ് ഹോട്ടൽ, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെ മുമ്പിൽ എന്ത് യൂസ് ചെയ്യും മക്കളെ? ദ യൂസ് ചെയ്യും. ക്ലിയർ? Then before nouns referring to the people of a country, അല്ലെ, രാജ്യത്തിന് മുമ്പിൽ ദ ചേർക്കാൻ പറ്റില്ല. ദ ഇന്ത്യൻ, ദ ഇന്ത്യ എന്ന് നമ്മൾ പറയില്ല അല്ലെ, ദ ഇന്ത്യ, ദ ചൈന അങ്ങനെ പറയില്ല കേട്ടോ. രാജ്യത്തിന് മുമ്പിൽ ദ ചേർക്കില്ല, കൺട്രിയുടെ മുമ്പിൽ ദ ചേർക്കില്ല. പക്ഷേ പീപ്പിൾ ഓഫ് എ കൺട്രി, ആ രാജ്യത്തിലെ ജനങ്ങൾ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ചേർക്കും. നോക്കാം. ദ ജർമ്മൻസ് ഫോട്ട് അഗെയിൻസ്റ്റ് ദ ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാർക്കെതിരെ, ഇംഗ്ലീഷിനെതിരെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ജർമ്മൻസ് എന്ത് ചെയ്തു? ഫോട്ട്. ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ ജർമ്മൻകാരുകൾ അല്ലെ, ജർമ്മൻകാർ എന്നർത്ഥം. ജർമ്മനിയിലെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ദെൻ ദ ജാപ്പനീസ് ആർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ്. ജാപ്പനീസ് ആരാണ്? ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് ആണ്. ജാപ്പനീസ് എന്ന് പറയുന്നത് ദ ജപ്പാൻ എന്ന് നമ്മൾ പറയില്ല, അത് രാജ്യമായി മാറും. ഓക്കെ, ദ ജാപ്പനീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആളുകളാണ്, ആളുകളെ യൂസ് ചെയ്യുക കേട്ടോ. ദെൻ ദ ഹിന്ദുസ്, ദ മുസ്ലിംസ്, ദ ഫ്രഞ്ച് അല്ലെ, മുസ്ലിംസുകൾ, ഹിന്ദുക്കൾ, ദ ഫ്രഞ്ച് അല്ലെ, ദ ക്രിസ്ത്യൻസ് എന്നൊക്കെ യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പം രാജ്യത്തിന്റെ പേരിൽ യൂസ് ചെയ്യില്ല, അവിടുത്തെ ആളുകളുടെ പേര് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദ യൂസ് ചെയ്യും. ക്ലിയർ? Then before numerous position like first, second, third, നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും. ദ ഫസ്റ്റ്, ദ സെക്കൻഡ് പൊസിഷൻ, ദ തേർഡ് പൊസിഷൻ, ദ ഫോർത്ത് പൊസിഷൻ എന്നൊക്കെ പറയില്ല, അത് തന്നെ. He secured the first rank അല്ലെ, ദ ഫസ്റ്റ് പൊസിഷൻ, ദ സെക്കൻഡ് പൊസിഷൻ, ദ തേർഡ് പൊസിഷൻ, ദ ഫോർത്ത് പൊസിഷൻ, ദ സിക്സ്ത് പൊസിഷൻ, അങ്ങനെ പറയില്ലേ. ദ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇങ്ങനെയുള്ള പൊസിഷൻസ് പറഞ്ഞല്ലേ, ദ 10th പൊസിഷൻസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? അങ്ങനെയുള്ള ന്യൂമറിക്കൽസ് പൊസിഷൻസ് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും. ക്ലിയർ? ദെൻ ദ ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ദ ടൈറ്റിൽ അല്ലെ. ടൈറ്റിൽസ് മീൻസ് എന്താ മക്കളെ? ഇവിടെ ടൈറ്റിൽ വരുമ്പോൾ നിങ്ങൾ ഹെഡിങ് ഒന്നല്ല കേട്ടോ, പദവി, പദവി, വലിയ വലിയ പദവികളൊക്കെ ഉണ്ട് കേട്ടോ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് ഇല്ലേ, ഇങ്ങനെയുള്ള പദവികളുടെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ദ യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ബിഫോർ നെയിംസ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബാങ്ക്സ് അല്ലെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ബാങ്ക്സിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ദ യൂസ് ചെയ്യും. നോക്കാം. ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ, എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ദ സിവിൽ സപ്ലൈ യൂണിറ്റ്, എന്താണ്? ദ സിവിൽ സപ്ലൈ യൂണിറ്റ്. ദ യൂണിയൻ ബാങ്ക്, ദ ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഏത് ബാങ്കോ ആവട്ടെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? ദ യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതിനൊക്കെ മുമ്പിൽ ദ യൂസ് ചെയ്യാം. ബാങ്കുകൾക്ക് മുമ്പിൽ എന്ത് യൂസ് ചെയ്യാം മക്കളെ? ദ യൂസ് ചെയ്യാം. ക്ലിയർ? Then before the names of countries as units, കൺട്രിയുടെ മുമ്പിൽ യൂസ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. പക്ഷെ ഇങ്ങനെ യൂണൈറ്റ് ആയിട്ടുള്ള അല്ലെ, ഒന്നിൽ കൂടുതലൊക്കെ യൂണൈറ്റ് ആയിട്ടുള്ള കൺട്രീസിന്റെ അവരുടെ യൂസ് ചെയ്യാം. അതുപോലെ ചില രാജ്യത്തിന് മുമ്പിൽ യൂസ് ചെയ്യും. ദ ഫിലിപ്പീൻസ്, നെതർലാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. കാരണം എന്താ? അത് ഒരുപാട് ദ്വീപുകൾ, 10-28 ദ്വീപുകൾ കൂടിയതാണ് ഇങ്ങനെയുള്ളത് അല്ലെ. അങ്ങനെ ഒരുപാട് ദ്വീപുകൾ കൂടിയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നിൽ കൂടുതലാണ് അല്ലെ, ഒന്നിൽ കൂടുതലാണ്, ഒറ്റ രാജ്യമല്ല, ഒന്നിൽ കൂടുതൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ്. അങ്ങനെ വരുമ്പോൾ ദ യൂസ് ചെയ്യും കേട്ടോ. അതുപോലെ അതുപോലെ യുണൈറ്റ്സ് ആണ് അല്ലെ, ആസ് യുണൈറ്റ്സ് ആണ് അല്ലെ. ഈ രാജ്യത്തിന്റെ ഒക്കെ പേരൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ദ ഇന്ത്യ എന്നും പറയുന്ന പോലെ അല്ല അല്ലെ. അപ്പൊ എന്താണ്? ദ യുണൈറ്റഡ് കിങ്ഡം ആണ് അല്ലെ, ദ യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദ ചെക്ക് റിപ്പബ്ലിക്, എന്താ? ദ ചെക്ക് റിപ്പബ്ലിക്. ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ചേർന്നിട്ട് വരുന്ന രാജ്യങ്ങളുടെ പേരുകളുണ്ട് ഇങ്ങനത്തെ. അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഒരുപാട് രാജ്യങ്ങൾ ഉൾപ്പെടുന്നോണ്ടാണത്. ക്ലിയർ? നമ്മൾ അറബ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടല്ലോ അല്ലെ.
ഓക്കെ, അവിടെ യൂസ് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. എ യൂസ് ചെയ്യാം, ആൻ യൂസ് ചെയ്യാം, ദ യൂസ് ചെയ്യാം. യൂസ് ചെയ്യാന്ന് പറഞ്ഞത് പാടില്ലാത്ത സ്ഥലം ഉണ്ടാവൂലേ, അതാണ് ഇനി അർത്ഥം അറിയണത്. നോക്കാം, അത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്തും എക്സാമിന് ഗ്യാപ്പ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യിപ്പിച്ച് നമ്മളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് നമുക്ക് തെറ്റുമാർക്ക് വാങ്ങി തരാറില്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നോക്കാം. കേസസ് വെൻ ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ്. നോക്കാം, ആർട്ടിക്കിൾസ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ബിഫോർ ദ പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ ആയിട്ടുള്ള നൗൺസിന്റെ പേരിലോ നെയിംസ് ഓഫ് ടൗൺസ് അല്ലെ, പ്രോപ്പർ ടൗണുകളുടെ പേര്, പ്രോപ്പർ നെയിംസ് ഓഫ് കൺട്രീസ്, പ്രോപ്പർ നെയിംസ് ഓഫ് പേഴ്സൺസ്, പ്രോപ്പർ നെയിംസ് ഓഫ് മൗണ്ടൻ പീക്സ്. അല്ലെ, എന്താണ് മക്കളെ, ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒന്നിന്റെയും മുമ്പിൽ, രാജ്യത്തിന്റെയോ വ്യക്തിയുടെയോ മൗണ്ടൻസിന്റെയോ ടൗൺസിന്റെയോ ഒന്നിന്റെയും മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യില്ല. എന്ത് യൂസ് ചെയ്യില്ല മക്കളെ, എയോ ആനോ ധായോ യൂസ് ചെയ്യില്ല. നോക്കാം, അശോക വാസ് എ ഗ്രേറ്റ് ടെമ്പിൾ അല്ലെ, ദ അശോക വാസ് എ ഗ്രേറ്റ് ടെമ്പിൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പറയാറുണ്ടാവും അല്ലെ, ആ വ്യക്തിയെ പെർട്ടിക്കുലർ ആയിട്ടൊന്ന് വിശേഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഇതിന്റെ മുമ്പിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ക്ലിയർ? നോക്കാം, ദെൻ ഇംഗ്ലീഷ് ഇസ് ആൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് അല്ലെ, ഇംഗ്ലീഷ് എന്നോ ആൻ ഇംഗ്ലീഷ് എന്നോ ദ ഇംഗ്ലീഷ് ഒന്നുമില്ല കേട്ടോ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇതാ കണ്ടല്ലോ. അപ്പോ എന്താണ് മക്കളെ, പ്രോപ്പർ നൗൺസിന്റെ മുമ്പില്, ഓക്കെ, പ്രോപ്പർ നൗൺസിന്റെ മുമ്പില് മൗണ്ടൻസ്, പേഴ്സൺസ്, ഇങ്ങനെയുള്ള ഏത് പ്രോപ്പർ നൗൺസിന്റെ മുമ്പിലും നമുക്ക് എന്തില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ക്ലിയർ? ദെൻ ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ മെറ്റീരിയൽസ് നൗൺസ് അല്ലെ, മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെ. നോക്കാം, എന്താണ് മെറ്റീരിയൽസ്? നോക്കി, ഓയിൽ ആൻഡ് വാട്ടർ, അയൺ അല്ലെ. നോക്കിക്കോ, ഒന്ന് നോക്കിക്കോ നിങ്ങൾ. ദ ഓയിൽനോ, എ ഓയിൽനോ, ആൻ ഓയിൽനോ ഒന്നും കൊടുക്കുന്നില്ല. ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് അല്ലെ, ഓയിലും വാട്ടറും ഡു നോട്ട് മിക്സ്. ഓക്കെ, ദെൻ അയൺ ഇസ് എ യൂസ്ഫുൾ മെറ്റൽ. ഇതൊന്ന് നോക്കിക്കേ മക്കളെ, ആ മെറ്റീരിയൽ നൗൺസിന്റെ മുമ്പിൽ നിങ്ങൾ ആർട്ടിക്കിൾസ് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് നൗൺസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ? ദെൻ ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ അബ്സ്ട്രാക്ട് അല്ലെ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളിലെ മക്കളെ നമുക്ക് ടച്ച് ചെയ്യാനോ കണ്ണുകൊണ്ട് കാണാനോ ഫീൽ ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയാത്ത നൗൺസുകളില്ലേ, ഉണ്ട് അല്ലെ. അതിനാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയാം. ലവ്, ഹേറ്റ്, ഹോണസ്റ്റി, എയർ, വിസ്ഡം, ഹാപ്പി, സാഡ് എന്നൊക്കെ പറയാറില്ലേ. നോക്കാം, ദെൻ എയർ ഈസ് നെസസറി ടു ലൈഫ്, അല്ലാതെ ദ എയറോ എയറോ എന്നല്ല. എയർ ഈസ് നെസസറി ടു ലൈഫ്, അതിന് മുമ്പിൽ ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല കേട്ടോ. ദെൻ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി അല്ലെ, ഹോണസ്റ്റി ആയിരിക്കണം അല്ലെ, മനുഷ്യന് എന്തായിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം. അതാണ് ബെസ്റ്റ് പോളിസി എന്നാണ് പറയുന്നത്. ഹോണസ്റ്റിക്ക് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നില്ല, ഈ ഹോണസ്റ്റിക്ക് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ട് മക്കളെ? ഒന്നും കാണുന്നില്ല അല്ലെ. ദെൻ വിസ്ഡം ഡസ് നോട്ട് കം വിത്ത് നോളജ് അല്ലെ, വിസ്ഡം കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. ദെൻ ഹെൽത്ത് ഈസ് ബെറ്റർ ദാൻ വെൽത്ത്, ഹെൽത്ത് ഈസ് ബെറ്റർ ദാൻ വെൽത്ത്. ലവ് ഈസ് പ്രീഷ്യസ് അല്ലെ, കാണുന്നുണ്ടോ? ഐ ഹേറ്റ് ദാറ്റ് വൺ. അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് നൗൺസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല മക്കളെ? നൗൺ യൂസ് ചെയ്യാറില്ല. ക്ലിയർ? യെസ്. ആർട്ടിക്കിൾസ് ആർ നോട്ട് യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് arts and science. Articles are not used before names of arts and science അല്ലെ. സയൻസിന് മുമ്പിലോ ഇങ്ങനെയുള്ള ആർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുമ്പിലോ ഒക്കെ എന്താണ്, പെയിന്റിങ്, ഡ്രോയിങ് എന്നൊക്കെ പറയുന്ന ആർട്സിന്റെ മുമ്പിലോ അല്ലെങ്കിൽ സയൻസിലെ, സയൻസ് നിങ്ങൾക്ക് അറിയില്ലേ എന്താണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ അല്ലേ. ഒന്നിന്റെ മുമ്പിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? കാണാറില്ല. ഈ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നോക്കാം, I like to study physics. അല്ലാതെ I like to study the physics ഓ ഫിസിക്സോ ഒന്നും അല്ല കേട്ടോ. I like to study physics അല്ലെ. This is my drawing. ഡ്രോയിങ്ങിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. I find it hard to study chemistry അല്ലെ. നോക്കി, കെമിസ്ട്രിയുടെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? നോക്കിയില്ല. അപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഒന്നിന്റെ മുമ്പിലും എന്തില്ല മക്കളെ? ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല കേട്ടോ. സോ ക്ലിയർ? Then നോട്ട് യൂസ്ഡ് ബിഫോർ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല മക്കളെ? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. നോക്കാം, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിന് മുമ്പിൽ എയോ ആനോ ധായോ യൂസ് ചെയ്യാറില്ല. ക്ലിയർ?
നോട്ട് യൂസ്ഡ് ബിഫോർ ഫെസ്റ്റിവൽസ്, മന്ത്സ്, ഡേയ്സ് അല്ലെ. ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ, ഇതിനൊന്നും മുമ്പിൽ എന്ത് യൂസ് ചെയ്യാറില്ല മക്കളെ? ധായോ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. നോക്കാം, ഏ പൊങ്കളോ ധ പൊങ്കളോ ഒന്നും പറയാറില്ല കേട്ടോ. പൊങ്കൽ, ഈദ്, ക്രിസ്മസ് ഒന്നിന്റെ മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല മക്കളെ? എ ആൻഡ് ധ യൂസ് ചെയ്യാറില്ല. ദെൻ ജൂൺ, മൺഡേ, ഫ്രൈഡേ, ദ ജൂൺ, ദ മൺഡേ, ദ ഫ്രൈഡേ എന്ന് പറയാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നിങ്ങള് മന്ത്സിന്റെ മുമ്പിലും ഡേയ്സിന്റെ മുമ്പിലും ഫെസ്റ്റിവൽസിന്റെ മുമ്പിലും ഒന്നും ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? ഓക്കെ. നോ ആർട്ടിക്കിൾസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ലാംഗ്വേജ് അല്ലെ. ലാംഗ്വേജിന് മുമ്പിലും എന്ത് യൂസ് ചെയ്യാറില്ല മക്കളെ? ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യാറില്ല. നോക്കാം, ഐ വാണ്ട് ടു ലേൺ ജാപ്പനീസ്. ജാപ്പനീസ് എന്ന് പറയുന്ന ഭാഷയാണ് കേട്ടോ. അതിനു മുമ്പില് ഒന്നും യൂസ് ചെയ്യില്ല. ക്ലിയർ? ഓക്കെ. ദെൻ ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. എന്താണ്? ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഓക്കെ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് അതിനു മുമ്പിൽ ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ? ദെൻ നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് സ്പോർട്സ്. സ്പോർട്സിന്റെ മുമ്പിൽ എന്താണ്? സ്പോർട്സിന്റെ മുമ്പിലൊന്നും യൂസ് ചെയ്യില്ല. നോക്കിയ എക്സാമ്പിൾസ് നോക്കിയേ. ഐ പ്ലേ ടെന്നീസ്. ഐ പ്ലേ ടെന്നീസ്. എന്താണ്? ടെന്നീസിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ ലൈക്ക് ഫുട്ബോൾ. ഓക്കെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അറിയാതെയൊക്കെ യൂസ് ചെയ്ത് പഠിച്ചതായിരിക്കും. അവോയ്ഡ് ചെയ്യുക. ആർട്ടിക്കിൾസ് ഒന്നും എന്തിന്റെ മുമ്പിൽ യൂസ് ചെയ്യണ്ട? സ്പോർട്സിന്റെ മുമ്പിൽ യൂസ് ചെയ്യില്ല. ഓക്കെ. സോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാർട്ട് കഴിഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അവരും തന്നെ നമ്മളോട് എക്സാം പേപ്പറിലാണെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ആർട്ടിക്കിൾ നമ്മളോടും ചോദിക്കുള്ളൂ കേട്ടോ. അധികം ആ സൗണ്ടിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ചോദിക്കുക. കാരണം ആ സൗണ്ടിലാണ് അവർ അധികം പിടിക്കുക. പ്രത്യേകിച്ച് ആവ് അല്ലെ, ഓണർ എന്നൊക്കെ പറയുന്ന സൗണ്ട് ഇല്ലേ, അതൊക്കെ എച്ച് സൈലന്റ് ആണെന്നും ഓ കൊണ്ടാണ് തുടങ്ങണമെന്ന് അറിയണം അല്ലെ. അങ്ങനെയുള്ള വവൽസിന്റെ വവലായിരിക്കും, പക്ഷെ സൗണ്ട് കൺസണന്റ് ആയിരിക്കും. കൺസണന്റ് ആയിരിക്കും, സൗണ്ട് എന്തായിരിക്കും? വവലായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഡസൺ ഓഫ് വേർഡ്സ് നമ്മൾ കാണാതെ പഠിച്ച സൗണ്ട്സ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡസൺസ് ഓഫ് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് എവിടെ യൂസ് ചെയ്യാൻ പാടില്ല, ധ എവിടെ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ധ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, ഇവിടെ നിന്നും കൂടുതലും വരും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതിനപ്പുറം ഒരു വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നോക്കാനില്ല. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം? പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.